കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപൂജ അലങ്കാരം രാവിലെ 4 മണിക്ക് മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു. അതാ ആ വിളക്കുകളെല്ലാം നല്ല ശോഭയോടുകൂടി കത്തുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിലാണ് നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ പുഞ്ചിരി തൂക്കി നിൽക്കണു. നമ്മുടെ സച്ചിദാനന്ദ കട്ടയെ ആ സമയത്ത് കണ്ട ഭക്തന്മാരെല്ലാവരും നാരായണ നാമം ചൊല്ലി അതാ അടുത്തേക്ക് സോപാനപ്പടിയുടെ അടുത്തേക്ക് നടന്ന് നടന്ന് നീങ്ങുന്നു. പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തി, നെറ്റിയിൽ ഒരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട്, ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്, മാറത്ത് ഒരു സ്വർണ്ണത്തിലകവും ഒരു സ്വർണ്ണമാലയും ചാർത്തിയിരിക്കുന്നു. പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകം കൊടുത്ത് പീതാംബരപ്പട്ട് ഞൊറിഞ്ഞു കൊടുത്തിരിക്കുന്നു. കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട്. പൊന്നിൻ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ 2 തിരുമുടിമാലകളും 2 വനമാലകളും ചാർത്തിയിരിക്കുന്നു. ആ പൊന്നുണ്ണി എന്തൊരു ഭംഗിയോട് കൂടിയിട്ടാണ് പുഞ്ചിരിച്ച് നിൽക്കണമെന്നറിയോ. ആ അത് കണ്ടത് മുഴുവൻ ഭക്തന്മാരും ആ കണ്ണനെ മനസ്സിൽ നല്ലോണം ആവാഹിച്ച് പ്രാർത്ഥിച്ച് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കണു. കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ ദിവ്യരൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ചാലോ. ആ പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് പീതാംബരപ്പട്ട് ഞൊറിഞ്ഞെടുത്ത് കയ്യിൽ ഓടക്കുഴലും താമരയും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി സ്വർണ്ണ കിരീടം ചാർത്തി തിരുമുടിമാല വനമാല എന്നിവയെല്ലാം ചാർത്തി നിൽക്കുന്ന ആ സച്ചിദാനന്ദ കട്ടയുടെ ആ രൂപം നമുക്ക് നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിക്കാം, പ്രതിഷ്ഠിക്കാം. ആ കണ്ണനുമായി കുറച്ചു നേരം സംവദിച്ച് ആ കണ്ണനോട് താലോലിച്ച് ആ കണ്ണനൊരു മുത്തം കൊടുത്ത് കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കാം, പ്രാർത്ഥിക്കാം. ആ കണ്ണൻ്റെ അനുഗ്രഹം നമുക്ക് എല്ലായ്പ്പോഴും ഉണ്ടാകും. സ്നേഹത്തോടുകൂടി ഭക്തിയോടുകൂടി ആ കണ്ണനെ വിളിച്ചോളൂ എല്ലാവരും. ആ കണ്ണൻ നമ്മുടെ അടുത്തേക്ക് ഓടി 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 എത്തും. ആ കണ്ണൻ്റെ സ്നേഹപൂയമായ ഒരു ആലിംഗനം നമുക്ക് എല്ലാവർക്കും കിട്ടട്ടെ. ആ കണ്ണൻ വേണ്ട സമയത്തെല്ലാം വേണ്ടതെല്ലാം ആ കണ്ണൻ വാരിക്കോരിത്തരും. അതുറപ്പാണ്, തീർച്ചയാണ്. എല്ലാവരും വിശ്വാസത്തോടു കൂടി കണ്ണൻ്റെ നാമങ്ങൾ ചൊല്ലിക്കോളൂ. നാരായണ 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 നാരായണ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ. ഈ നാമത്രയ മന്ത്രം എല്ലാവരും എല്ലായ്പ്പോഴും നിത്യേന ഉപാസിക്കുക. ആ ഋഷീശ്വരന്മാർ കൈമാറി തന്ന അമൂല്യ നിധിയാണ് ഈ മന്ത്രം. കലികാലത്ത് തൻ്റെ ഭക്തന്മാർക്ക് എല്ലാവരും ജപിക്കുവാൻ വേണ്ടി തന്ന മന്ത്രമാണിത്. ആയുരാരോഗ്യ സൗഖ്യം, സർവസമ്പൽ സമൃദ്ധി, ഐശ്വര്യം, സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് എന്നിവ ഈ മന്ത്രം ജപിച്ചാൽ ഉണ്ടാവുന്നതാണ്. ഉറച്ച വിശ്വാസത്തോടുകൂടി ചൊല്ലിക്കോളൂ. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ.